ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഡേ 11. നമ്മളിന്ന് കുറച്ച് ജയ്പൂരിൽ കുറച്ച് സൈറ്റ് സീനിങ് കാര്യങ്ങളൊക്കെ വേണ്ടി പോകുന്ന ദിവസമാണ്. അപ്പോൾ നോക്കി നമ്മുടെ ബാക്കി വിശേഷം കാണാം. ഓക്കെ ഗൈസ്, ബൈ. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇഡ്ഡലി, സാമ്പാറല്ല, ചട്നി, പിന്നെ കോഫി. ഓക്കെ ഗൈസ്. അപ്പോൾ ഗൈസ്, ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഔട്ട്ഫിറ്റ് കേട്ടോ. അമ്മണിക്ക് കുപ്പി വള കീലും എന്ന് പറഞ്ഞാൽ അമ്മണിക്കത് കുപ്പി വളൊക്കെ ഇട്ടിട്ട് ഇത് കുട്ടൻ ബാക്ക് പ്രൊഫഷണൽ ആയിട്ട് കണ്ടേ കേട്ടാ. ഇതാണ് കുട്ടന്റെ ഔട്ട്ഫിറ്റ്. അമ്മയുടെ ഔട്ട്ഫിറ്റ്. ഹലോ ഗായ്സ്, പോയിട്ട് വരാം ഗായ്സ്, അല്ലേ? ഹലോ ഗായ്സ്, അപ്പൊ നമ്മള് ഇപ്പൊ റൂമിൽ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോ നേരെ ഊബർ എടുത്തിട്ട് നേരെ പുറത്തേക്ക് പോകണം. ഊബർ വിളിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട് ആള്. അപ്പൊ ഇനി നേരെ ഇനി ആളടുത്ത് പോകണം. ബാക്കി വിശേഷം കാണാം. നമ്മളിത് യൂബർ വിളിച്ചിട്ട് ഇപ്പൊ യാത്ര തുടങ്ങി. കുട്ടന്റെ ബാക്കിലിരിക്കട്ട് കുട്ടൻ. അപ്പൊ ഇനി ബാക്കി കാഴ്ചകൾ കാണാം. ഇതാണ് നമ്മൾ ആദ്യം കാണുന്ന സ്ഥലം കേട്ടോ. ഇത് കണ്ടോ, ഇവിടെ മാർബിളിലാട്ടോ ചെയ്തിട്ടുണ്ട്. മാർബിളിന്റെ അല്ലേ സാധനം ചെയ്ത മാർബിളാണ്. എന്തിന്റെ സ്ഥലം അറിയില്ല, നമുക്ക് ഉള്ളിൽ കയറുമ്പോ അറിയാം. കണ്ടോ, ഇവിടെ കുറെ ശില്പികളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഇവിടെ കണ്ടില്ലേ. ഇതൊക്കെ ഇവിടുത്തെ സാരികളും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇവിടുത്തെ തുണിയുടെ ഷോപ്പാട്ടോ. ഇവിടെ ഒരു വർക്കൊക്കെ ചെയ്യുന്ന ഷോപ്പാണിത്. സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, ഓർഡർ സ്റ്റിച്ച് ചെയ്തുള്ള ഒരു ഷോപ്പൊക്കെ അത്. ഗായ്സ്, നമ്മള് ഇവിടുത്തെ ലസ്സി ഷോപ്പ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ലസ്സി കുടിക്കാനായിട്ട് ഈ ഗ്ലാസ് ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ 1 ടൈം യൂസ് ആണ് ഈ ഗ്ലാസ് ഒക്കെ. കണ്ടാ, ഇത് ഇവിടത്തൊക്കെ പിള്ളേരാണ്. കണ്ടാ, ഈ ഒരു ഗ്ലാസ്സിന് വരുന്നത് 40 രൂപയാണ് മൊത്തം. നമുക്ക് 3 മേടിച്ചു. 120 രൂപയും മൊത്തം നമുക്ക് ഒരു ചെലവ്. ഇത് ഇവിടുത്തെ ഒരു സ്റ്റേഡിയം ആട്ടോ. കാരണം ഇവിടുത്തെ ഒരു സ്റ്റേഡിയാണ്. കണ്ടാ, ഇതാണ് ഒരു സ്ഥലം. നമ്മളീ ഒരു 6ാമത്തെ തൊട്ടാ, 6അല്ല 10 തൊട്ടായി. അയ്യോ, ഉണ്ടാവും. ഇത് കൊറേ സ്ഥലത്തിനാട്ടോ ഇങ്ങനെ വെള്ളം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ചൂട് കാരണം ഇവിടുത്തെ ആൾക്കാര് വെള്ളം ഇങ്ങനെ പുറത്ത് വെച്ച് കൊടുത്തേക്ക് ആൾക്കാർക്ക് കുടിക്കാൻ വേണ്ടിട്ട്. അങ്ങനെ വഴി കൂടെ പോണ ആൾക്കാർക്ക് വെള്ളം കുടിക്കണമെങ്കിൽ അവിടെ നമുക്ക് കുടിക്കാനൊക്കെ പറ്റൊക്കെ ചെയ്യും. അങ്ങനെ കുറെ സ്ഥലത്ത് നമുക്ക് കണ്ടിപ്പോ ഗൈസ്. അപ്പൊ നമ്മുടെ ഇവിടെ കടയുടെ മുമ്പിൽ പോസ്റ്റായി 2 ആൾക്കാരെ പോകണ്ടാണ്ട്. അവിടെ ഷോപ്പില് ചെക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ഗൈസ്, അപ്പൊ നമ്മളിത് ഇവിടുന്ന് ഡ്രസ്സ് സാധനമൊക്കെ പർച്ചേസ് ചെയ്തു. ഇവിടെ വെച്ചിട്ട് പാക്ക് ചെയ്തിട്ട് അമ്മയാണെങ്കിൽ തിരക്കിലാണ്, പിണങ്ങിയിരിക്കാന്. ഷോപ്പില് ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ ഒരു സ്നേഹം കണ്ടില്ലേ, ചായ കൊടുത്തിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അതാണ് ഇവിടുത്തെ ഒരു ട്രഡീഷണൽ. എല്ലാവർക്കും ഒരു ചായ, ചെറിയ ക്ലാസ് ആണെങ്കിലും ഒരു സ്നേഹമാണത്. അല്ല ഗൈസ്, അപ്പൊ ഞങ്ങളിത് ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. നടന്നിട്ടാണ് പോണ്. കുട്ടിന് വിശന്നിട്ട് കണ്ണ് കാണാൻ വേണ്ടി രാവിലെ 10 ഇഡ്ഡലി കഴിച്ച ആളാവൻ. എന്നിട്ടാണ് അവന് വിശക്കണെന്ന് പറഞ്ഞത്. നമ്മളിത് ഒരു ഫലൂദ കുടിക്കാൻ വേണ്ടി വന്നിക്കാണ്. ഇവിടുന്ന് ഒരു ഫലൂദ കുടിക്കാൻ വേണ്ടിട്ട്. അത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമുക്ക് കുടിച്ചിട്ട് ടേസ്റ്റ് ഞാൻ പറയാം. ഇവിടുത്തെ ഒലയിലെ ഒരു വണ്ടിയിലാണ് ഒല വെച്ചിട്ട് ഞങ്ങൾ ഒലയല്ല യൂബർ വെച്ചിട്ട് ഒരു വണ്ടി വിളിച്ചു. ആ വണ്ടി വിളിച്ചപ്പോ അതിന്റെ ഒരു വിശേഷം ഷെയർ ചെയ്യാണ്. കാരണം അത് കേട്ടപ്പോ ഭയങ്കര സന്തോഷം തോന്നി. ഇദ്ദേഹം ഡ്രൈവറല്ല, ശരിക്കും ഈ 18 വണ്ടികൾ ഓടിക്കുന്ന അതിന്റെ ഓണറാണ് അദ്ദേഹം. ഓണറായിട്ട് ഇന്ന് ഒരാള് ലീവായതുകൊണ്ട്, ഒരു ഡ്രൈവർ ലീവായതുകൊണ്ട് ആളിന്ന് വണ്ടി ഓടിക്കുകയാണ്. ഇങ്ങനെയാവണം നമ്മുടെ ഓരോരുത്തരും. അതാണ് ഇതില് ഞാൻ കണ്ടൊരു മെസ്സേജ്. ഓക്കെ, താങ്ക് യു. ജയ്പൂർ മിസ്റ്റർ രോഹൻ. ഒരാള് ലീവായപ്പോ ആദ്യം അതിന് പകരം മുതലാളി തന്നെ വണ്ടി എടുത്ത് തൊഴിലാളി ആയതാണ്. അതായത് ഓരോ മുതലാളിയുടെ ഉള്ളിലും ഒരു തൊഴിലാളി ഉണ്ടാവണം. അതാണ് ജീവിതം, അതാണ് കമ്മ്യൂണിസം. ഇന്ന് പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് നമ്മള് സൈറ്റ് സീയിങ്ങിന് പോകണം. ഓക്കെ, താങ്ക് യു.
നമ്മളിത് റെസ്റ്റോറൻറ്റിലേക്ക് പോണ വഴിയാണ്. ഊണാക്കി നമുക്ക് ബാക്കി വിശേഷം കാണാം. നമ്മളിപ്പോൾ ഒരു മാർക്കറ്റിൻ്റെ ഒരു ഉള്ളിലൂടെ നടക്കുന്നുണ്ട്. അടിപൊളി സാരീസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു മാർക്കറ്റാണത്. എന്താ അപ്പം ഇതാണ് ഗൈസ് വലിയ കൂട്ടൻ്റെ ഫുഡ്. ഇതാണ് അവരിത് റൊട്ടിയും ബട്ടറഞ്ഞാലും പിന്നെ അതുപോലെ ചണ മസാലയും കൂട്ടി കഴിക്കുന്നത്. നമ്മളിവിടെ ഊണിയും സംഭവങ്ങളുണ്ട്. ഓക്കെ ഗൈസ്, അപ്പം കഴിച്ചിട്ട് വരാം. അപ്പം ഗൈസ് നമ്മളിത് ഇവിടെ നിന്ന് ഇറങ്ങി ഈ നേരെ നമ്മൾ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പോണത്. അപ്പോൾ अपने घर उधर भंडारा चलता है, फिर वो तो यार लंगर चलता है ना, वैसे वही करते हैं वो घर का खाना। और वो मेहनत करता है, राशन आता है, ये आता है, सब चीजें आता है। सीरियल देखे, हिंदी सीरियल टीवी में देखे, हिंदी पढ़ गया, कार्टून देखे या ही स्लीविंग डोरेमोन वो हमारे साथ का बस बाहर आया फर्स्ट टाइम। मोटू पतलू भी देखता है, सब देखते बोला यार, बोलो बात करो। हरियाणवी लैंग्वेज, हरियाणवी लैंग्वेज लैंग्वेज हरियाणा की, भोजपुरी नहीं ओनली हिंदी यार। तमिल तमिल ഫ്രഞ്ച് ഇഷ്ടപ്പെട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി തിരിച്ചിറങ്ങാൻ പറ്റില്ല. പണി കിട്ടി. അച്ഛനമ്മയുടെ ഈ താക്കോല് മേടിക്കാൻ പോവാണ്. പോണേക്കൊരു ബായുടെ ലിഫ്റ്റ് കിട്ടി. അപ്പൊ ബായുടെ കൂടെയാണ് പോകുന്നത് ഞാൻ. അപ്പൊ ഗൈസ് ഇതാണ് ഇവിടുത്തെ മാർക്കറ്റ് കേട്ടാ. ഇതൊക്കെ ഇവിടുത്തെ മാർക്കറ്റിന്റെ ഏരിയ ആണ് ഈ കാണുന്ന ഫുള്ള്. അപ്പൊ ഇവിടുന്ന് കുറച്ച് പച്ചക്കറി കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. കുറച്ച് പച്ചക്കറി കാര്യങ്ങളൊക്കെ മേടിച്ച് ഇവിടെ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. ഇഷ്ടം പോലെ ആൾക്കാരൊക്കെ ഉണ്ട്. പച്ചക്കറി ആൾക്കാർ. നമ്മളിത് ചിക്കൻ കൂടി മേടിക്കാം. ഇന്നും കൂടി നമുക്ക് ചിക്കനെ പടക്കാൻ വെച്ചു. ചിക്കൻ ഫ്രൈ ഇന്നത്തേക്കല്ല നാളത്തേക്ക് വേണ്ടിട്ട് ഫ്രൈ ചെയ്ത് വയ്ക്കണം. കാലത്ത് നേരത്തെ ഇറങ്ങാലോ ഇപ്പോൾ. അപ്പൊ അത് വേടിക്കാൻ വേണ്ടി ചിക്കൻ കടയിലേക്ക് വന്നിക്കാണ് കേട്ടോ. അപ്പൊ കയറിയിട്ട് നോക്കാം ബാക്കി. അപ്പൊ ഗൈസ് ഡേ 10 ഇവിടെ അവസാനിക്കാണ്. ഡേ 11 ആയിട്ട് നാളെ കാണാം. കുറച്ച് ജയ്സൽമേർ യാത്രയ്ക്കാണ് നാളെ. അപ്പോൾ നാളെ കാണാം ഗൈസ്. ബൈ, ഗുഡ് നൈറ്റ്.